ഇനി നമുക്ക് നോക്കാൻ പോകുന്നത് ദൈവഭക്തിയുടെ നന്മകൾ എന്തെല്ലാമാണ്. 1. യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു. സദൃശ്യം 1:7. വിദ്യാഭ്യാസം ചെയ്യുന്ന കുഞ്ഞുങ്ങളെല്ലാം ഇത് വായിച്ച് പഠിക്കണം. ദൈവത്തിൻ്റെ അല്ലെങ്കിൽ ഭക്തി അത് ജ്ഞാനത്തിൻ്റെ ആരംഭം. ജ്ഞാനം വേണമെങ്കിൽ ഇത് പഠിച്ചു കഴിഞ്ഞാൽ ദൈവിക ജ്ഞാനം പ്രാപിക്കാൻ പറ്റും. അതുപോലെ തന്നെ പരീക്ഷാ ഹോളുകളിലെ കുഞ്ഞുങ്ങൾ ഇതൊക്കെയും പഠിച്ചുകൊണ്ട് പോയി അല്ലെങ്കിൽ വായിച്ച് ഗ്രഹിച്ചതിന് ശേഷം പരീക്ഷ എഴുതുവാണെങ്കിൽ വലിയൊരു വിജയം ദൈവം തരും. 2. യഹോഭക്തി ഗ്രഹിക്കുന്നവൻ പരിജ്ഞാനം കണ്ടെത്തും. സദൃശ്യം 2:5. യഹോവ ഭക്തി ദോഷത്തെ വെറുക്കുന്നതാകുന്നു. സദൃശ്യം 8:13. യഹോവ ഭക്തിന് ദൃഢധൈര്യമുണ്ട്. സദൃശ്യവാക്യം 14:26. യഹോവ ഭക്തി ജീവൻ്റെ ഉറവയാകുന്നു. സദൃശ്യം 17:27. കർത്താവിനുള്ള ഭക്തിയോ ജ്ഞാനം. ഇയ്യോബ് 28:28. യഹോവ ഭക്തി നിർമ്മലമായതും എന്നേക്കും നിലനിൽക്കുന്നതുമാണ്. സങ്കീർത്തനം 19:19. ഭക്തിയോടും ഭയത്തോടും കൂടി സേവ ചെയ്യണം. എബ്രായർ 12:29. യഹോവ ഭക്തിയുടെ ആത്മാവാണ് പരിശുദ്ധാത്മാവ്. യെശയ്യാവ് 11:2. യഹോവ ഭക്തന്മാരെ തനിക്കായി തിരിച്ചിരിക്കുന്നു. യഹോവ ഭക്തന്മാർ ദൈവത്തെ സ്തുതിക്കും. സങ്കീർത്തനം 22:23. ഇപ്പം ഈ കാര്യങ്ങളെല്ലാം +1 +2 ഒക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, എക്സാം എഴുതുന്ന 10th കുഞ്ഞുങ്ങളൊക്കെ ഇത്രയും ഞാൻ ഈ പറഞ്ഞ വാക്യങ്ങൾ മുഴുവനും എടുത്ത് വായിച്ച് ഗ്രഹിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം വേണം സ്കൂളിലേക്കോ കോളേജിലേക്കോ പോകും. അപ്പോൾ ദൈവിക ഭക്തിയുള്ള കുഞ്ഞുങ്ങൾക്ക് ജ്ഞാനം ദൈവം കൊടുക്കുമെന്നാണ് ഈ ദൈവവചനത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ദൈവം നമ്മളെ അനുഗ്രഹിക്കും.